കണ്ണൂരിൽ അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി, അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും കുടുംബം റീമയുടെ ഭർത്താവ് കമൽരാജും അമ്മയും ഒളിവിലെന്ന് പഴയങ്ങാടി പോലീസ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഏതാനും ദിവസം മുമ്പാണ് കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ കുഞ്ഞിനെയും കൊണ്ട് അമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പഴയങ്ങാടി സ്വദേശിയായ റീമയാണ് 3 വയസ്സുകാരനായ കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അത് തൊട്ടു പിന്നാലെ ഭർത്താവിന്റെ വീട്ടിലുണ്ടായ മാനസിക പീഡനങ്ങളാണ് റീമ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ റീമയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഈ റീമയുടെ ഭർത്താവ് കമൽരാജും അമ്മയും ഒളിവിലെന്നാണ് ഈ പഴയങ്ങാടി പോലീസ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് റീമയുടെ ആത്മഹത്യാക്കുറിപ്പും അതുപോലെ തന്നെ ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഇവർ പറയുന്നുണ്ട്, തന്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണ് തന്റെ ആത്മഹത്യ കാരണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കമൽരാജിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ ഈ ആത്മഹത്യ ചെയ്ത റീമ പറയുന്നത്, മകന് വേണ്ടിയുള്ള പിടിവാശികൾ തുടർന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവിനോട് പറയുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഈ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സംഭവത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയം ഇത് കാര്യക്ഷമമല്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശരി.